ഈ വന്യമൃഗശല്യം അത് ഇടുക്കിയുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ മലയോര മേഖല ഒന്നടങ്കം ഈ തീരാ ദുരിതത്തിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുമുണ്ട് ഇത്തരത്തിലൊരു പ്രശ്നം. നാടുകാണി ചുരത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ആനയും കുട്ടിയും റോഡിൽ നിലയുറപ്പിച്ചതോടെ ഇരുഭാഗത്തും നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അരമണിക്കൂർ ശേഷമാണ് കാട്ടാനക്കൂട്ടം കാടുകയറിയത്. ദൃശ്യങ്ങളിലേക്ക്. അരുൺ അമർനാഥ് ഉണ്ട്. അരുൺ, ഈ നാടുകാണി ചുരത്തിൽ കാട്ടാന ഇറങ്ങുന്നത് പുതിയ സംഭവമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. ഇപ്പോൾ ഈ ആനയും കുട്ടിയും അത് കാട് കയറിയോ? ഗതാഗതമൊക്കെ അവിടെ പുനഃസ്ഥാപിച്ചോ? എന്താണ് നിലവിലെ സ്ഥിതി? അത് ഇന്നലെ രാത്രി തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചു സേതു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ആന ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഈ ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. ഈ ചുരത്തിലൊരു രാത്രി 10 മണിയോടുകൂടിയാണ് നടു റോഡിലായി ഈ ആനയും കുട്ടിയും നിലയുറപ്പിച്ചത്. അങ്ങനെ ഇരുഭാഗത്തുള്ള വാഹനങ്ങൾക്കും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ ഗതാഗതം ഒരു അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. അങ്ങനെ ആന തന്നെ തനിയെ കാട് കയറി പോവുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ഈ കാട്ടാനയും കുട്ടിയും മറ്റൊരു പിടിയാനയും കൂട്ടി ഇന്ന് റോഡിലേക്ക് ഇറങ്ങില്ല, റോഡ് അരികിലായി വീണ്ടും നിലയുറപ്പിച്ച ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഈ കാട്ടാനക്കുട്ടിയെയും ഈ കാട്ടാനയും പതിവായി ഈ പ്രദേശത്ത് കാണാറുണ്ട്. എന്തായാലും അക്രമാസക്തരൊന്നുമല്ല, ഇതുവരെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഇന്നലെ രാത്രി നാടുകാണി ചുരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് സേതു. ശരി അരുൺ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മലയോര മേഖല ഒന്നടങ്കം എല്ലാ ദിവസവും കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയാണ് ഇത്. ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവം. ഇതിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നാടുകാണി ചുരത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയുമായിട്ട് ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തിൻ്റെ